ബേസിൽ ജോസഫ് നസ്രിയ കോംബോയിൽ ആദ്യമായി തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന് ആദ്യ പ്രതികരണങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ വളരെ മികച്ച റെസ്പോൺസ് ആണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററിൽ അടുത്തൊരു ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടൊവിനോ തോമസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ത്രില്ലർ ചിത്രമാണ് ഐഡന്റിറ്റി എന്ന ചിത്രം. ചിത്രത്തിൽ തമിഴ് നടിയായിട്ടുള്ള തൃഷയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയെ എത്തുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം ജനുവരി 2 ആയിട്ട് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ടൊവിനോയുടെ അടുത്തതായി ഏറ്റവും റിലീസിന് ഒരുങ്ങുന്ന ഒരു കിടിലൻ ചിത്രം തന്നെയാണ് ഐഡന്റിറ്റി എന്ന ചിത്രം. സുരാജയുടെ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ED അല്ലെങ്കിൽ എക്സ്ട്രാ ഡീസന്റ് എന്ന ചിത്രം. ക്രിസ്മസ് സ്പെഷ്യലായി ഈ വരുന്ന ഡിസംബർ 20 തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും ഒരു ഫാമിലി എന്റർടൈനർ ചിത്രമാണ് തുടരും എന്ന ചിത്രം. തരുൺ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം ജനുവരി 30 ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഷറഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ഹൊറർ കോമഡി എന്റർടൈനർ ചിത്രമായിരുന്നു ഹലോ മമ്മി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ആദ്യ പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ മികച്ച റെസ്പോൺസ് ആണ് ഈ ഒരു ചിത്രത്തിനും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. തിയേറ്ററിലേക്ക് റിലീസിനെത്തി വലിയൊരു വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു വിടുതല ചിത്രത്തിന്റെ 1ാം ഭാഗം. ചിത്രത്തിന്റെ 2ാം ഭാഗം ഈ വരുന്ന ഡിസംബർ മാസമാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഈ വരുന്ന നവംബർ 26 പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മലയാളത്തിലുള്ള മഞ്ജു വാര്യരൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്നത്. വിജയ് സേതുപതിയാണ് നായകനായി എത്തുന്നത്. ഉണ്ണിമുത്തൻ നായകനെ ക്രിസ്മസ് സ്പെഷ്യലായി തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ വയലൻസ് ചിത്രം തന്നെയാണ് മാർക്കോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഇന്ന് ഒഫീഷ്യലി പുറത്തിറക്കിയിരിക്കുകയാണ്. ഉണ്ണിമുത്തന്റെ വരാനിരിക്കുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രം കൂടിയാണ് മാർക്കോ എന്ന ചിത്രം. തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ബഗീര എന്ന ചിത്രം. ചിത്രത്തിന്റെ OTT റിലീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ നടന്നിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് എമ്പുരാൻ എന്ന ചിത്രം. പൃഥ്വിരാജ് കുമാരാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇപ്പോൾ പാലക്കാടും മലമ്പുഴയൊക്കെ ആയിട്ടാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്കയും ലാലേട്ടനും ചാക്കോച്ചനും കൂടാതെ തന്നെ ഫഹദൊക്കെ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് നിലവിൽ നടന്നു പോകുന്നത്. മഹേഷ് നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറിലായിരിക്കും എത്തുക എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഫഹദ് ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ ഏറ്റവും പുതിയ റിലീസിന് ഒരുങ്ങുന്ന ചിത്രമാണ് ബെല്ലിയേട്ടൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന നവംബർ 29 നടക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. 4K ആക്കിയാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറും ഇന്ന് 4K റിലീസിന് എത്തിച്ചിട്ടുണ്ട്. സൂര്യദേവ് പോട്ടർ എന്ന സൂര്യയുടെ ചിത്രത്തിന്റെ സംവിധായകയായിട്ടുള്ള സുധ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ശിവകാർത്തികേയന് വേണ്ടി ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ജയൻ രവിയും മറ്റു പ്രധാന വേഷങ്ങളിലായി എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുന്നത് ശ്രീലീലയായിരിക്കുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ അതർവേ എത്താൻ ചാൻസ് ഉണ്ടെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടക്കം മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇത് ശിവകാർത്തികന്റെ 25ാമത്തെ ചിത്രമാണ്. ശിവകാർത്തികന്റെ 23ാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഫൈനൽ സ്റ്റേജിലുള്ള ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം മെയിൽ പ്രതീക്ഷിക്കാമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് 3D റിലീസായി എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബറോസ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മികച്ചൊരു ട്രെയിലർ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിട്ടുള്ളത്. ലാലേട്ടനാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ചിത്രം വരുന്ന ഡിസംബർ 25 നിങ്ങളെ നേരത്തെ അറിയിച്ചതുപോലെ തന്നെ ആ ഒരു ദിവസം തന്നെ ആയിരിക്കും തിയേറ്ററിലേക്ക് റിലീസ് എത്തുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ വലിയൊരു വിജയം മാറിയിട്ടുള്ള ചിത്രമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം. ചിത്രത്തിന്റെ 2ാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് നേരത്തെ തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഒന്നും ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കാത്തിരുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ അടുത്ത വർഷം ജനുവരി മാസം മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എപ്രിഷനാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. നിവിൻ പോളിയുടെ വരാനിരിക്കുന്ന സിനിമയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ആക്ഷൻ ഹീറോ ബിജു ചിത്രത്തിന്റെ 2ാം ഭാഗം. പ്രഭാസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസ് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. സന്ദീപ് റെഡ്ഡിയാണ് ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള സന്ദീപ് റെഡ്ഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പുള്ളി പ്രഭാസിനെ ബാഹുബലി എന്ന ചിത്രത്തെക്കാട്ടിലും മികച്ചതായി തന്നെ കാണിക്കാൻ ഈ ഒരു ചിത്രത്തിലൂടെ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ പ്രഭാസ് ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലായിരിക്കും എത്തുക എന്നും ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ്. ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ തൽക്കാലം വലിയൊരു ഹൈപ്പ് തന്നെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പ്രഭാസിന്റെ ഒരു കിടിലൻ ചിത്രം തന്നെയായിരിക്കും സ്പിരിറ്റ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രഭാസിന്റെ സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.